സോ ആദ്യം പറയുന്നത് റെൻസിസ് ലിക്കേർട്ട്. ഓക്കെ, ഹി വാസ് എ സൈക്കോളജിസ്റ്റ് ആസ് വെൽ ആസ് എ സോഷ്യോളജിസ്റ്റ്. സോഷ്യോളജിസ്റ്റും സൈക്കോളജിസ്റ്റും ആയിരുന്ന വ്യക്തിയായിരുന്നു റെൻസിസ് ലിക്കേർട്ട്. റെൻസിസ് ലിക്കേർട്ടിൻ്റെ 2 ഫേമസ് ആയിട്ടുള്ള ബുക്സ് എന്ന് പറഞ്ഞാൽ ന്യൂ പാറ്റേൺ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ ഓർഗനൈസേഷൻസ്. ഇത് രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ 2 ഫേമസ് ബുക്ക്. അദ്ദേഹം ബേസിക്കലി ഹ്യൂമൻ ബിഹേവിയറിൽ റിസർച്ച് നടത്തിയിരുന്നൊരു വ്യക്തിയായിരുന്നു. ആൻഡ് ഇദ്ദേഹം ശരിക്കും സിസ്റ്റംസ് അപ്രോച്ച്, നമ്മൾ മോഡേൺ അപ്രോച്ചിൽ പറഞ്ഞു, സിസ്റ്റംസ് അപ്രോച്ച് പറഞ്ഞു, കമ്പനീനെ സിസ്റ്റമായിട്ട് കാണുന്നു ആൻഡ് സബ് സിസ്റ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ സിസ്റ്റംസ് അപ്രോച്ചിൽ ബിലീവ് ചെയ്തിരുന്ന ഒരു സിസ്റ്റംസ് അപ്രോച്ചിൻ്റെ ഒരു അഡ്വക്കേറ്റ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് റെൻസിസ് ലിക്കേർട്ട്. ഓക്കെ, ഹി കൺസിഡേർഡ് ഓർഗനൈസേഷൻ ആസ് എ സിസ്റ്റം വിത്ത് ഇൻ്റർ റിലേറ്റഡ് വർക്ക് ഗ്രൂപ്പ്സ്. അദ്ദേഹം ഓർഗനൈസേഷനെ ഒരു സിസ്റ്റമായിട്ടും ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഒരുപാട് ഇൻ്റർ റിലേറ്റഡ് സബ് സിസ്റ്റംസ് ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സിസ്റ്റംസ് അപ്രോച്ചിൻ്റെ അഡ്വക്കേറ്റ് ആയിരുന്നു. ആൻഡ് ഹിസ് അതർ മേജർ കോൺട്രിബ്യൂഷൻ ഇസ് ആക്ച്വലി ഇൻ ദ ഫീൽഡ് ഓഫ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പിൻ്റെ ഫീൽഡിൽ വേറൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഹി ഒബ്സർവ്ഡ് 2 types ഓഫ് ലീഡേഴ്സ്. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ 2 ടൈപ്പ് ലീഡേഴ്സ് ഉണ്ടെന്നായിരുന്നു. ടാസ്ക് സെൻറ്റേർഡ് ലീഡറും പിന്നെ അതേപോലെ ഹ്യൂമൻ സെൻറ്റേർഡ് ലീഡറും. ടാസ്ക് സെൻറ്റേർഡ് ലീഡർ എന്ന് പറയുമ്പോൾ അദ്ദേഹം കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ കമ്പനിയുടെ ഉള്ളിലെ ജോബ് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക, ടാസ്കിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഹ്യൂമൻ സെൻറ്റേർഡ് ലീഡർ എന്ന് പറയുമ്പോൾ ഹീ സംബഡി ഹു ഗേവ് ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. ഓക്കെ, എംപ്ലോയീസിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിരുന്നൊരു വ്യക്തിയാണ് ഹ്യൂമൻ സെൻറ്റേർഡ് ലീഡർ. അപ്പം റെൻസിസ് ലിക്കേർട്ട് ആക്ച്വലി ഒപ്പൈൻഡ് ദാറ്റ് ഹ്യൂമൻ സെൻറ്റേർഡ് ലീഡർഷിപ്പ് വിൽ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. ഹ്യൂമൻ സെൻറ്റേർഡ് ലീഡർഷിപ്പാണ് വേണ്ടത് എന്ന് പറഞ്ഞിരുന്നൊരു വ്യക്തി കൂടിയാണ് റെൻസിസ് ലിക്കേർട്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു മേജർ കോൺട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞു, സിസ്റ്റംസ് അപ്രോച്ചിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ. അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ ഇസ് ദാറ്റ് ഹി ഐഡൻറ്റിഫൈഡ് 4 systems ഓഫ് മാനേജ്മെൻറ്റ്. അദ്ദേഹം ഓർഗനൈസേഷനെ ഒരു സിസ്റ്റമായിട്ട് കണ്ടു. അങ്ങനെ അദ്ദേഹം 4 systems അല്ലെങ്കിൽ 4 systems ഓഫ് മാനേജ്മെൻ്റ് ആണ് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തത്. ആൻഡ് ദിസ് 4 systems ഓഫ് മാനേജ്മെൻറ്റ് ഇസ് ഹൈലി പോപ്പുലർ. ആൻഡ് ആ സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഇസ് എക്സ്പ്ലോയിറ്റേറ്റീവ് മാനേജ്മെൻറ്റ്. ഓക്കെ, എക്സ്പ്ലോയിറ്റേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു തന്ന ഇത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ, എക്സ്പ്ലോയിറ്റേറ്റീവ് മാനേജ്മെൻറ്റ് സിസ്റ്റമുള്ളൊരു ഓർഗനൈസേഷനിൽ ദ മാനേജേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ ആർ ഹൈലി ഓട്ടോക്രാറ്റിക്. ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനും അവിടുത്തെ മാനേജേഴ്സും ഭയങ്കര ഓട്ടോക്രാറ്റിക് ആണ്. അവർ ഭയങ്കര ഗോൾ ഓറിയൻറ്റഡ് ആണ്. ഇത്തരം ഓർഗനൈസേഷനിലുള്ള എന്താ പറയുക, മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഗോൾ അച്ചീവ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ദേ സിംപ്ലി ഗെറ്റ് തിങ്സ് ഡൺ ബൈ ഇഷ്യൂയിങ് ഓർഡേഴ്സ്. ഓർഡർ ഇഷ്യൂ ചെയ്തിട്ട് എംപ്ലോയീസിനെ കൊണ്ട് എങ്ങനെയെങ്കിലും അത് അച്ചീവ് ചെയ്യിപ്പിക്കുക എന്നല്ലാണ്ട് എംപ്ലോയീസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല. ഡിസിഷൻ മേക്കിങ്ങിൽ എംപ്ലോയീസിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കില്ല. ഓക്കെ, അവർക്ക് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാത്തൊരു സിസ്റ്റമാണ് എക്സ്പ്ലോയിറ്റേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ആൻഡ് ഇൻ ദിസ് സിസ്റ്റം മാനേജേഴ്സ് ഡോണ്ട് ട്രസ്റ്റ് സബോർഡിനേറ്റ്സ്. അവരുടെ സബോർഡിനേറ്റ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. അവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള എന്താ പറയുക ഒരു സ്കോപ്പ് കൊടുക്കുന്ന, അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. മാത്രമല്ല ദർ ഇസ് നോ 2-way കമ്മ്യൂണിക്കേഷൻ. അതായത് മാനേജേഴ്സ് എന്താ പറയുക സബോർഡിനേറ്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇന്നത് ചെയ്യണം എന്ന് ഓർഡർ ചെയ്യുക അല്ലാണ്ട് സബോർഡിനേറ്റ്സിനടുത്തുനിന്ന് യാതൊരു കമ്മ്യൂണിക്കേഷനും മുകളിലേക്ക് അവർ എന്താ പറയുക എൻ്റർടൈൻ ചെയ്യാറില്ല. ആൻഡ് എംപ്ലോയീസ് ആർ സ്ട്രിക്ട്ലി കൺട്രോൾഡ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇവിടുത്തെ മോട്ടിവേഷണൽ ഡിവൈസ്, ഇത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ മോട്ടിവേഷണൽ ഡിവൈസ് എന്ന് പറയുന്നത് ത്രെറ്റ് ആൻഡ് പണിഷ്മെൻ്റ് ആണ്. എങ്ങനെയെങ്കിലും പണിഷ് ചെയ്തിട്ടും ത്രെറ്റൻ ചെയ്തിട്ടുമാണ് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിരുന്നത്. ഓക്കെ, രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ബെനവലൻറ്റ് അതോറിറ്റേറ്റീവ്. ബെനവലൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സോഫ്റ്റ് ഇമോഷനോട് കൂടിയുള്ള അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ്. ഓക്കെ, ദിസ് ഇസ് എ സോർട്ട് ഓഫ് മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻഷിപ്പ്. ഒരു മാസ്റ്റർ സെർവൻറ്റ്, ഒരു മുതലാളി ഒരു വേലക്കാരൻ, ആ തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു സെർവൻറ്റ് റിലേഷൻഷിപ്പാണ് ഇവിടെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ലോയാലിറ്റി ഓക്കെ ആർക്കുണ്ട്, ഈ സെർവൻറ്റിന് മാസ്റ്ററോടും ഒരു ചെറിയ ഒരു ഇമോഷൻ മാസ്റ്റർക്ക് സെർവൻറ്റിനോട്, ഒരു സോഫ്റ്റ് ഇമോഷൻ മാസ്റ്റർക്ക് സെർവൻറ്റിനോടും ഉണ്ട്. because sometimes employer uses patronizing or paternalistic attitude and sometimes they use harsh attitudes. ചില സമയത്ത് മാനേജേഴ്സ് കുറച്ച് പാട്രണൈസിങ് ആയിട്ട്, ഒരു ഫാദർലി ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചൊരു ഗൈഡിനെ പോലെ ആ രീതിയിൽ എംപ്ലോയീസിനോട് പെരുമാറും. ചില സമയത്ത് അതേസമയം ഹാർഷായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ ടോപ്പ് ലെവൽ, പക്ഷേ ഈ പറയുന്ന ബെനവലന്റ് അതോറിറ്റേറ്റീവിലും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് തന്നെയാണ് ഡിസിഷൻസ് എടുക്കുന്നത്. സബോർഡിനേറ്റ്സിനെ ഇവിടെയും നമ്മൾ ഡിസിഷൻസ് എടുക്കാൻ കൂട്ടുന്നില്ല. ഓക്കെ,
ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഇവിടെയും വളരെ കുറവാണ്. കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നാലും കുറവാണ് ഇവിടെ. മോട്ടിവേഷൻ ഇസ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക്. ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലെ പോലെ കംപ്ലീറ്റ് ആയിട്ട് പണിഷ്മെൻറ്റും ത്രെറ്റും അല്ല. ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ അവർ നല്ലത് ചെയ്യുമ്പോൾ അവരെ റിവാർഡ് ചെയ്യും. അവർക്ക് പ്രശ്നങ്ങൾ അവരെന്തെങ്കിലുമൊക്കെ വർക്കിൽ ശരിക്കും ചെയ്തില്ലെങ്കിൽ അവരെ പണിഷ് ചെയ്യുകയും ചെയ്യും. അതാണ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്ന് പറയുന്ന മോട്ടിവേഷൻ. അതാണ് ബെനവലന്റ് അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ കൺസൾട്ടേറ്റീവ്. In this style, managers partly trust subordinates, use both rewards and involvement to inspire motivation, foster a higher level of responsibility for meeting goals, and inspire a moderate amount of teamwork and some communication. Consultative management style ആവുമ്പോഴേക്കും അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മാനേജേഴ്സ് കുറേശ്ശെ സബോർഡിനേറ്റ്സിനെ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങി, പാർട്ട്ലി ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ സബോർഡിനേറ്റ്സിനെ ഒരു പരിധി വരെയൊക്കെ അവർ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് തീരുമാനങ്ങളൊന്നും സബോർഡിനേറ്റ്സിനെ കൊണ്ട് എടുപ്പിക്കില്ലെങ്കിലും ഒരു പരിധി വരെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് സബോർഡിനേറ്റ്സിനെ കൊണ്ടുവരും. പിന്നെ ഇവിടെ നമ്മൾ റിവാർഡ്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ത്രെറ്റ് അല്ലെങ്കിൽ പണിഷ്മെൻറ്റ്സ് യൂസ് ചെയ്യില്ല. കൺസൾട്ടേറ്റീവ് ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ മാനേജർ മോട്ടിവേറ്റ് ചെയ്യാൻ റിവാർഡ്സ് മാത്രം യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതായത് കുറച്ചും കൂടി താഴെ തട്ടിലുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് ടീം വർക്കൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനാണ് കൺസൾട്ടേറ്റീവ് സിസ്റ്റം ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. പിന്നെ നാലാമത്തെ സിസ്റ്റം പാർട്ടിസിപ്പേറ്റീവ് ഡെമോക്രാറ്റിക്. ഇത് ലിക്കേർഡ് സ്ട്രോങ്ലി ബിലീവ്ഡ് ഇൻ ദിസ് കൈൻഡ് ഓഫ് സിസ്റ്റം. ഈ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റൈലാണ് വേണ്ടത് എന്നായിരുന്നു ലിക്കേർഡിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഹിയർ ദ മാനേജേഴ്സ് ഹാവ് ഫുൾ കോൺഫിഡൻസ് ആൻഡ് ട്രസ്റ്റ് ഇൻ എംപ്ലോയീസ്. ഇത്തരത്തിലുള്ള ഒരു കമ്പനിയിൽ മാനേജേഴ്സിന് കംപ്ലീറ്റ് ട്രസ്റ്റാണ്, എംപ്ലോയീസിനെ പൂർണ്ണമായിട്ട് അവർ വിശ്വസിക്കുകയാണ്. ഓക്കെ, കൺസൾട്ടേറ്റീവിലുള്ള പോലെ പാർട്ട് ട്രസ്റ്റുള്ള കംപ്ലീറ്റ് ട്രസ്റ്റാണ്. സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഇസ് കോർഡിയൽ ആൻഡ് ഫ്രണ്ട്ലി. വളരെ നല്ല സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പാണ് പാർട്ടിസിപ്പേറ്റീവ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ഓർഗനൈസേഷൻസിലുള്ളത്. പിന്നെ സബോർഡിനേറ്റ്സ് ഡു ഗെറ്റ് സം ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടേക്ക് സം ഡിസിഷൻസ്. ദർ ഇസ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എംപ്ലോയീസ് ഫീൽ ഫ്രീ ടു ടോക്ക് ടു മാനേജേഴ്സ്. ഈ ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല ടു വേ കമ്മ്യൂണിക്കേഷൻ ടോപ്പ് മാനേജ്മെൻറ്റും ലോ ലൈൻ വർക്കേഴ്സും തമ്മിലുണ്ട്. പിന്നെ അവരെ കൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിൽ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു, പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ളൊരു ടൈപ്പ് ഓഫ് മാനേജ്മെൻ്റ് ആണ് പാർട്ടിസിപ്പേറ്റീവ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് റെൻസിസ് ലിക്കേർഡിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻസ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, നെക്സ്റ്റ് ലിൻഡൽ ഫോൺസ് എർവിക്. ലിൻഡൽ എർവിക് അദ്ദേഹം ഒരു ഇൻ്റർനാഷണലി നോൺ മാനേജ്മെൻറ്റ് തിങ്കർ ആൻഡ് കൺസൾട്ടൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് മാനേജ്മെൻറ്റിന് ചെയ്തിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് തിങ്കറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഫെയോളിൻ്റെ തോട്ട്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഫെയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചു. ആ 14 പ്രിൻസിപ്പിൾസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ തന്നെയാണ് ഈ ലിൻഡൽ എർവിക്കിൻ്റെ പ്രിൻസിപ്പിൾസും മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും. അദ്ദേഹം 29 ക്ലാസിക് പ്രിൻസിപ്പിൾസാണ് മാനേജ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്തത്. 29 ക്ലാസിക് പ്രിൻസിപ്പിൾസാണ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിൽ വളരെ ചുരുക്കം ഒരു 5 എണ്ണം ജസ്റ്റ് ചെറുതായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. ആദ്യത്തെ, ദേ ഷുഡ് ബി എ ക്ലിയർ ലൈൻ ഓഫ് അതോറിറ്റി ആസ് ഇൻ മിലിറ്ററി ഫ്രം ടോപ്പ് ടു ബോട്ടം. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലും കറക്റ്റ് ലൈൻ ഓഫ് അതോറിറ്റി വേണം, ഹൈറാർക്കി വളരെ കൃത്യമായിട്ട് ഉണ്ടാവണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടോപ്പ് ടു ബോട്ടം വളരെ കൃത്യമായിട്ട് അതോറിറ്റി ഫ്ലോ ചെയ്യണം. നമുക്കറിയാം ഫെയോളിൻ്റെ സ്കാലാർ ചെയിൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനോട് അടുത്ത് നിൽക്കുന്നൊരു പ്രിൻസിപ്പിളാണ് ആക്ച്വലി ഇത്. പിന്നെ ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് എംപ്ലോയി മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ഹിം ഇൻ റൈറ്റിംഗ്. ഒരു എംപ്ലോയിക്ക് ഉള്ള അതോറിറ്റി എന്താണ്, അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇൻ റൈറ്റിംഗ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, എഴുതി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ ഈച്ച് ഇൻഡിവിജ്വൽ ഷുഡ് പെർഫോം വൺ ഫങ്ഷൻ ഓൺലി. ഒരു കമ്പനിയുടെ ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഇൻഡിവിജ്വൽ, ഒരു വർക്കർ ഒരൊറ്റ ഫങ്ഷൻ മാത്രമേ അദ്ദേഹം ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ജോബ് അദ്ദേഹത്തിനെ കൊണ്ട് നമ്മൾ ചെയ്യിക്കാൻ പാടില്ല. നമ്മൾ നോക്കിയാൽ അറിയാം, ഇവിടെയും ഫെയോളിൻ്റെ ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രിൻസിപ്പിളാണത്. പിന്നെ ദ സ്പാൻ ഓഫ് കൺട്രോൾ ഓഫ് ഈച്ച് മാനേജർ മസ്റ്റ് നോട്ട് എക്സീഡ് 6. അതായത് ഒരു മാനേജർക്ക് 6-ൽ കൂടുതൽ സബോർഡിനേറ്റ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം അത്രയും ആൾക്കാരെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരിക്കും. സോ സ്പാൻ ഓഫ് കൺട്രോൾ, ഒരു മാനേജറിൻ്റെ ഇടയിൽ മാക്സിമം 6 സബോർഡിനേറ്റ്സ് ആണ് ഉണ്ടാവാൻ പാടുക.
പിന്നെ അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ് ബട്ട് നോട്ട് റെസ്പോൺസിബിലിറ്റി. ഒരു വളരെ ഫേമസ് പ്രിൻസിപ്പിളാണ്. നമുക്ക് ബിസിനസ്സിൻ്റെ ഉള്ളിൽ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യും. അതായത് നമ്മുടെ അതോറിറ്റി, നമുക്ക് തന്നിട്ടുള്ള ഒരു വർക്കിൻ്റെ അതോറിറ്റി നമുക്ക് വേണമെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കാം. നമ്മുടെ ഒരു പവർ നമുക്ക് വേറെ ആൾക്ക് കൊടുക്കാം. പക്ഷേ ഈ അതോറിറ്റിയുടെ കൂടെ നമുക്ക് എന്ത് വരുന്നുണ്ട്? റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം എനിക്കൊരു വർക്ക് എൻ്റെ ബോസ് എനിക്കൊരു വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വർക്കിൻ്റെ അതോറിറ്റിയും എനിക്കാണ്, റെസ്പോൺസിബിലിറ്റിയും എനിക്കാണ്. എനിക്ക് ആ അതോറിറ്റി വേണമെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കാം, വേറെ ആളെ കൊണ്ട് അത് ചെയ്യൂ എന്ന് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. പക്ഷെ എങ്ങാനും ആ വർക്ക് ഫെയിലായാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അപ്പോഴും ആരുടെ തലയിലായിരിക്കും? എൻ്റെ തന്നെ തലയിലായിരിക്കും. അല്ലാണ്ട് ഞാൻ ഡെലിഗേറ്റ് ചെയ്ത്, അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരിക്കലും റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എർവിക്കിൻ്റെ ഒരു മെയിൻ പ്രിൻസിപ്പിൾ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹെർബർട്ട് സൈമനെ പറ്റിയിട്ടാണ്. ഹെർബർട്ട് സൈമൻ ഈസ് എ സോഷ്യൽ സയൻറ്റിസ്റ്റ്. അദ്ദേഹം ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഹി ഹാസ് ഗിവൻ സം മേജർ കോൺട്രിബ്യൂഷൻസ് ടു ദ ഫീൽഡ് ഓഫ് മാനേജ്മെൻറ്റ് ഒരുപാട് മേജർ കോൺട്രിബ്യൂഷൻസ് തന്ന ഒരു വ്യക്തിയാണ് ഹെർബർട്ട് സൈമൻ. He is also known as actually the father of artificial intelligence. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി കൂടിയാണ് ഹെർബർട്ട് സൈമൻ. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ, സ്റ്റഡി ഓഫ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ, മോഡൽസ് ഓഫ് മാൻ ആൻഡ് ന്യൂ സയൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഡിസിഷൻ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ he is somebody who criticized principles of management propagated by earlier writers like Lyndall Erwick and called them myths and slogans. അദ്ദേഹം ഈ ലിൻഡൽ എർവിക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള അത്തരത്തിലുള്ള മറ്റ് മാനേജ്മെൻറ്റ് തിങ്കേഴ്സ് കൊടുത്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിനെ അതിന് വളരെയധികം രൂക്ഷമായി ക്രിട്ടിസൈസ് ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു ഹെർബർട്ട് സൈമൻ. അദ്ദേഹം പറഞ്ഞത് മിത്സ് ആണ്, അതൊക്കെ സ്ലോഗനാണ്. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല, അതൊരു മിത്താണ് എന്ന് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു സൈമൺ. ഇദ്ദേഹത്തിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹി ബിലീവ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഡിസിഷൻ മേക്കിംഗ് ആണ് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ആണ് എന്ന് വിശ്വസിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു ഹെർബർട്ട് സൈമൺ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻസിൽ ആദ്യം നോക്കിയാൽ തന്നെ അറിയാം കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ. ഹെർബർട്ട് സൈമണിൻ്റെ കോൺസെപ്റ്റിൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, സൈമൺ ബിലീവ് ദാറ്റ് ഓർഗനൈസേഷൻ ഇസ് എ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് ഡിസിഷണൽ പ്രോസസ്. അദ്ദേഹത്തിൻ്റെ ബിലീഫിൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് ഡിസിഷണൽ പ്രോസസ്സാണ് ഓർഗനൈസേഷൻ. ഓക്കെ, ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ പറയാം. ആൻഡ് എ മാനേജർ ഇസ് സംബഡി ഹു മേക്സ് ഡിസിഷൻസ്. മാനേജർ എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് മാനേജർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ. ആൻഡ് ദ ബെസ്റ്റ് വേ ടു അനലൈസ് എൻ ഓർഗനൈസേഷൻ ഇസ് ടു ഫൈൻഡ് ഔട്ട് വെയർ ആൻഡ് ബൈ ഹൂം ഡിസിഷൻസ് ആർ മെയ്ഡ്. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ അപ്പം ഒരു ഓർഗനൈസേഷനെ പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ ആര് തീരുമാനങ്ങൾ എടുക്കുന്നു, എവിടെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് പഠിച്ചാൽ ഒരു കമ്പനിയെ നമുക്ക് പഠിക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡിസിഷൻ മേക്കിംഗ് ഞാൻ പറഞ്ഞു, ഹീസ് നോൺ ആസ് എ ഡിസിഷൻ തിയറിസ്റ്റ് എന്നാണ് അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞിരുന്നത്. കമ്പനിയുടെ ഒരു ബിസിനസ്സിൻ്റെ കോർ ഡിസിഷൻ മേക്കിംഗ് ആണ്, അതാണ് മെയിൻ ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ഹീ ആക്ച്വലി ബ്രോക്ക് ഡൗൺ ദ ഡിസിഷൻ പ്രോസസ് ഇൻ ടു 3 steps. ഡിസിഷൻ മേക്കിങ്ങിനെ 3 സ്റ്റെപ്പായിട്ട് അദ്ദേഹം പറഞ്ഞു. 3 സ്റ്റെപ്പാണ് ഡിസിഷൻ മേക്കിങ്ങിൽ ഉള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഇൻ്റലിജൻസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് ഡിസിഷൻ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിലും ഒരു തീരുമാനം എപ്പോഴാണ് നമ്മൾ എടുക്കുക? ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ്, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്, അല്ലേ? അപ്പോൾ ഇൻ്റലിജൻസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ. ഹിയർ വാട്ട് വി ഡു ഇസ് ദ പ്രോബ്ലം ഇസ് ഐഡൻറ്റിഫൈഡ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ് ഇസ് കളക്റ്റഡ്. നമുക്ക് എടുക്കേണ്ട തീരുമാനത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ എടുക്കേണ്ട എന്താ പറയുക, നമ്മൾ സൊല്യൂഷൻ കാണേണ്ട പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഇൻഫർമേഷൻസ് ആദ്യം നമ്മൾ കളക്ട് ചെയ്യും. രണ്ടാമത് ഡിസൈൻ ആക്ടിവിറ്റി ഹിയർ വാട്ട് ഈസ് ഡെവലപ്പിംഗ് ആൻഡ് അനലൈസിങ് പോസിബിൾ കോഴ്സ് ഓഫ് ആക്ഷൻസ് ടു ടേക്ക്. ഏതൊരു പ്രോബ്ലത്തിനും അല്ലെങ്കിൽ ഏതൊരു തീരുമാനത്തിനും ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും, അല്ലേ? ഒരുപാട് കോഴ്സ് ഓഫ് ആക്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഓരോ കോഴ്സ് ഓഫ് ആക്ഷൻസും രണ്ടാമത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. എന്തൊക്കെ സൊല്യൂഷൻസ് നമുക്ക് ഈ പ്രോബ്ലത്തിനുണ്ട് അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് എത്താൻ എന്തൊക്കെ വഴിയുണ്ട് എന്ന് നമ്മൾ കോഴ്സ് ഓഫ് ആക്ഷൻസ് നമ്മൾ നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യും. മൂന്നാമത്തത് ചോയ്സ് ആക്ടിവിറ്റി. ഔട്ട് ഓഫ് ദിസ് വേരിയസ് കോഴ്സ് ഓഫ് ആക്ഷൻസ് യു ഹാവ് സെലക്റ്റഡ്, മൂന്നാമതായിട്ട് ആ മാനേജർ എന്ത് ചെയ്യും? ഒരു തീരുമാനത്തെ സെലക്ട് ചെയ്യും. ഓക്കെ,
അപ്പോൾ അതാണ് അദ്ദേഹം ബേസിക്കലി ഒരു ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ചിൻ്റെ വക്താവായിരുന്നു. അദ്ദേഹം ഓർഗനൈസേഷനെ കണ്ടിരുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് ഡിസിഷണൽ പ്രോസസ്സ് ആയിട്ടാണ്. അദ്ദേഹം ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ മൂന്ന് സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് റാഷണാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. അക്കോർഡിംഗ് ടു സൈമൺ, മാൻ ഇസ് നോട്ട് കംപ്ലീറ്റ്ലി റാഷണൽ. അതായത് സൈമൺ പറഞ്ഞിരുന്ന ഒരു മനുഷ്യനും കംപ്ലീറ്റ്ലി റാഷണൽ ആവാൻ പറ്റില്ല. ഓക്കെ, ഒരു കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും എന്തുണ്ട്? ലിമിറ്റേഷൻസ് ഉണ്ട്, ഇംപെർഫെക്ഷൻസ് ഉണ്ട്. ഓക്കെ, അത് മാനേജേഴ്സിനും ഉണ്ട്. Okay, so he said that managers are not in search of optimal solutions but are satisfied with good enough solutions. കാരണം നമ്മൾ ഒരു മാനേജർ കംപ്ലീറ്റ്ലി റാഷണൽ ആണ്, ഒരു വ്യക്തി കംപ്ലീറ്റ്ലി റാഷണൽ ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ we will also believe that a manager will come with optimal solutions. അല്ലെങ്കിൽ the best manager will always come with optimal solutions to problems. അല്ലേ? അതായത് നമ്മൾ ഒരു ആൾ അത്രയും റാഷണൽ ആണെങ്കിൽ, പെർഫെക്റ്റ് ആണെങ്കിൽ, അദ്ദേഹം ഏതൊരു പ്രശ്നത്തിനുമുള്ള ബെസ്റ്റ് സൊല്യൂഷൻ, ഒപ്റ്റിമൽ സൊല്യൂഷനായിട്ട് വരും എന്നാണ് നമ്മൾ വിശ്വസിക്കുക, അല്ലേ? പക്ഷേ സൈമൺ പറഞ്ഞത് ദാറ്റ് വിൽ നോട്ട് ഹാപ്പൻ, ഒരിക്കലും സംഭവിക്കില്ല. ബിക്കോസ് മാൻ ഇസ് നെവർ റാഷണൽ, കംപ്ലീറ്റ്ലി റാഷണൽ. ഒരു മനുഷ്യനും കംപ്ലീറ്റ്ലി റാഷണൽ അല്ല. അതുകൊണ്ട് തന്നെ എ മാനേജർ ക്യാൻ ഓൺലി കം അപ്പ് വിത്ത് ഗുഡ് ഇനഫ് സൊല്യൂഷൻസ്. എത്ര നല്ല മാനേജർ ആണെങ്കിലും ഒരു പ്രശ്നത്തിന് ബെസ്റ്റ് സൊല്യൂഷൻ ഒന്നും കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. അദ്ദേഹത്തിന് ഗുഡ് ഇനഫ് സൊല്യൂഷൻ, ഓക്കെ, ഒരു വലിയ പ്രശ്നം ഗുഡ് ഇനഫ് ആയിട്ടുള്ളൊരു സൊല്യൂഷനിലേക്ക് എത്താൻ മാത്രമേ അദ്ദേഹത്തിന് പറ്റുള്ളൂ എന്നാണ് സൈമൺ പറഞ്ഞിരുന്നത്. ആൻഡ് വാട്ട് ഈസ് ഹിസ് റീസൺ ഫോർ ദിസ് ലിമിറ്റേഷൻ ഇൻ റാഷണാലിറ്റി? എന്തുകൊണ്ടാണ് ഒരു മാനേജറിൻ്റെ റാഷണാലിറ്റി ഇങ്ങനെ ബൗണ്ടഡ് ആവുന്നത്? ദിസ് ഇസ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ, ഹിസ് തിങ്കിങ് കപ്പാസിറ്റി, ടൈം ആൻഡ് മെനി സച്ച് ഫാക്ടേഴ്സ്. അതായത് ഒരാൾക്ക് ഒരു പ്രശ്നത്തിന് ബെസ്റ്റ് സൊല്യൂഷൻ കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത്രയും ഇൻഫർമേഷൻസ് അവൈലബിൾ ആവണം, അതേപോലെ അത്രയും തിങ്കിങ് കപ്പാസിറ്റി ഉണ്ടാവണം, അത്രയും ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അതൊന്നും ഒരിക്കലും ഒരു മാനേജർക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഈ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ എത്ര നമ്മൾ ശ്രമിച്ചാലും നമുക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ഒന്നും കിട്ടില്ല. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് ഓഫ് ബൗണ്ടഡ് റാഷണാലിറ്റി എന്നത്. ഈ ബൗണ്ടഡ് റാഷണാലിറ്റിയോട് അടുത്ത് നിൽക്കുന്ന വേറൊരു കോൺസെപ്റ്റ് അദ്ദേഹം പറഞ്ഞത് അഡ്മിനിസ്ട്രേറ്റീവ് മാൻ ആണ്. ഹി ഗേവ് ദി കോൺസെപ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാൻ ആസ് എ മോഡൽ ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അതായത് സൈമണിൻ്റെ കോൺസെപ്റ്റിൽ ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാൻ ആണ്, മറിച്ച് ഒരു എക്കണോമിക് മാൻ അല്ല. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് അപ്പം എന്താണ്, വാട്ട് ഫീച്ചേഴ്സ് മേക്ക് സംബഡി ആൻ അഡ്മിനിസ്ട്രേറ്റീവ് മാൻ? അത് നമുക്ക് നോക്കാം. എന്താണ് ഒരു വ്യക്തിയെ, ഒരു മാനേജറെ അഡ്മിനിസ്ട്രേറ്റീവ് മാൻ ആക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, first one, he adopts a satisfying approach rather than maximizing approach of an economic man. നേരത്തെ നമ്മൾ പറഞ്ഞാണ് ഈ റാഷണാലിറ്റി കംപ്ലീറ്റ്ലി റാഷണൽ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാൻ ഹി വിൽ ഓൾവേസ് അഡോപ്റ്റ് എ സാറ്റിസ്ഫൈയിങ് അപ്രോച്ച്. എന്തൊരു കാര്യത്തിനും ഒരു സാറ്റിസ്ഫൈയിങ് അപ്രോച്ചാണ് അദ്ദേഹം എടുക്കുക, റാദർ ദാൻ മാക്സിമൈസിങ് അപ്രോച്ച് ഓഫ് എൻ എക്കണോമിക് മാൻ. ഒരു എക്കണോമിക് മാൻ ചെയ്യുന്ന പോലെ എല്ലാ പ്രോബ്ലംസിനും ഒപ്റ്റിമൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, പ്രോഫിറ്റും ഏറ്റവും പീക്കിലേക്ക് എത്തിക്കുക, മാക്സിമൈസ് ചെയ്യിപ്പിക്കുക, അങ്ങനെ എല്ലാ ഏരിയയിലും മാക്സിമൈസിങ് അപ്രോച്ച് ഒന്നും അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അപ്രോച്ച് മാത്രമേ അദ്ദേഹത്തിന് കാണാൻ പറ്റുള്ളൂ എന്നാണ്, സാറ്റിസ്ഫൈയിങ് അപ്രോച്ച് മാത്രമേ അദ്ദേഹത്തിന് കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഹി പെർസീവ്സ് ഓർഗനൈസേഷണൽ വേൾഡ് ആസ് എ സിംപ്ലർ വേർഷൻ ഓഫ് റിയൽ വേൾഡ്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാൻ ഓർഗനൈസേഷനെ റിയൽ വേൾഡിൻ്റെ ഒരു സിംപ്ലർ വേർഷനായിട്ടാണ് കാണുക. ഓക്കെ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാനായിട്ടുള്ള മാനേജർ ആണെങ്കിൽ നമ്മുടെ റിയൽ വേൾഡിൻ്റെ ഒരു ചെറിയ വേർഷനാണ് കമ്പനി എന്നാണ് അദ്ദേഹം കാണുക. ഓക്കെ, മൂന്നാമത് ഹി ക്യാൻ മേക്ക് ചോയ്സസ് വിത്തൗട്ട് ഐഡൻറ്റിഫൈങ് ഓൾ പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാനിന് ഈ ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ, ഒരു പ്രോബ്ലത്തിൻ്റെ എല്ലാ ഓൾട്ടർനേറ്റീവ്സും അറിഞ്ഞാൽ മാത്രമേ തീരുമാനം എടുക്കാൻ പറ്റുമെന്നില്ല. അതറിയാണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹം ചോയ്സസ് എടുക്കും. കാരണം അത് പോസിബിൾ അല്ല എന്നാണ് സൈമൺ പറയുന്നത്. ഓക്കെ, ഒരിക്കലും നമുക്ക് ഒരു പ്രശ്നത്തിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്, ഈ എല്ലാ സൊല്യൂഷൻസും കണ്ടുപിടിച്ച് അതിൽ നിന്നൊരു ബെസ്റ്റ് സൊല്യൂഷൻ ചൂസ് ചെയ്യുന്നതൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീ ക്യാൻ മേക്ക് ചോയ്സ് വിത്തൗട്ട് ഐഡൻറ്റിഫൈങ് ഓൾ പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ്. പിന്നെ ഹി ക്യാൻ മേക്ക് ഡിസിഷൻസ് വിത്ത് റിലേറ്റീവ്ലി സിമ്പിൾ റൂൾ ഓഫ് തം ഓർ ട്രിക്സ് ഓഫ് ട്രേഡ് ഓർ ഫോഴ്സ് ഓഫ് ഹാബിറ്റ്സ്. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക്
വളരെ സിമ്പിളായിട്ട് റൂൾ ഓഫ് തമ്പ് യൂസ് ചെയ്തിട്ട്, ട്രിക്സ് യൂസ് ചെയ്തിട്ട്, എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ടൊക്കെ, ഇൻറ്റ്യൂഷൻസ് യൂസ് ചെയ്തിട്ട് അദ്ദേഹം ഡിസിഷൻസ് എടുക്കും. എല്ലാ തീരുമാനങ്ങളും വളരെ സയൻറ്റിഫിക് ആയിട്ട് വളരെ കൃത്യമായിട്ടൊന്നും ആയിരിക്കില്ല ഇത്തരത്തിലുള്ള ആൾക്കാർ എടുക്കുക. അപ്പോൾ ഇതാണ് ഹെർബർട്ട് സൈമൻ്റെ കോൺസെപ്റ്റ്. അദ്ദേഹം പറയുന്നത് മാനേജർ ഈസ് ഓൾവേസ് എൻ അഡ്മിനിസ്ട്രേറ്റീവ് മാൻ. മാനേജർ എന്ന് മാത്രമല്ല, കമ്പനിയുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് മെൻ ആണ്. ഓക്കെ, അവർക്ക് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സാണ് ഉണ്ടാവുക. നമ്മൾ ഇതുവരെ വിശ്വസിച്ച് വരുന്ന ഒരു എന്താ പറയുക എക്കണോമിക് മാൻ, പെർഫെക്റ്റ് മാൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല എന്നാണ് സൈമൺ പറഞ്ഞിരുന്നത്. പിന്നെ ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ വേറൊരു മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷനാണ്. ഹീസ് ഓൾസോ സംബഡി ഹു എംഫസൈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ. ഓർഗനൈസേഷനുള്ളിൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് എംഫസൈസ് ചെയ്തൊരു വ്യക്തി കൂടിയാണ് ഹെർബർട്ട് സൈമൺ. അദ്ദേഹവും എന്താ പറയുക ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ റോളിനെ ഒരുപാട് എംഫസൈസ് ചെയ്തിരുന്നു. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് ബിസിനസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നെ ഹി ഓൾസോ ഗേവ് 3 stages ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന് 3 stages അദ്ദേഹം പറഞ്ഞിരുന്നു. ഇനീഷ്യേഷൻ, ട്രാൻസ്മിറ്റൽ ആൻഡ് റിസിപ്റ്റ് ഓഫ് ഇൻഫർമേഷൻ. അതായത് കമ്മ്യൂണിക്കേഷൻ ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യണം, പിന്നെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുക, പിന്നെ അതിന് ആ കമ്മ്യൂണിക്കേഷന് റിസീവ് ചെയ്യുക. അങ്ങനെ 3 stages ഓഫ് കമ്മ്യൂണിക്കേഷനും അദ്ദേഹം കൊടുത്തിരുന്നു. ഇതൊക്കെയാണ് ഹെർബർട്ട് സൈമൻ്റെ മേജർ. Next up, Peter F. Drucker. Peter F. Drucker, he is a very important contemporary management thinker. He was born in Vienna in 1909. വിയന്നയിൽ 1909 ജനിച്ചൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോണ്ടംപററി മാനേജ്മെൻറ്റ് തിങ്കറാണ് പീറ്റർ എഫ് ഡ്രക്കർ. അദ്ദേഹം ഹി വാസ് എ പ്രൊഫസർ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ബിസിനസ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ബുക്സ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജിംഗ് ബൈ റിസൾട്ട്, ദ എഫക്റ്റീവ് എക്സിക്യൂട്ടീവ്, ഏജ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി, മാനേജ്മെൻറ്റ് ടാസ്ക്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പ്രാക്ടീസസ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇനി അദ്ദേഹത്തിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് MBO. ഹി ഡെവലപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് MBO, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് പീറ്റർ എഫ് ഡ്രക്കറാണ്. MBO എന്താണെന്നുള്ളത് നമ്മൾ ഇനി വേറൊരു പോർഷന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കും. ഇറ്റ്സ് എ വെരി വെരി പോപ്പുലർ കോൺസെപ്റ്റ്. അത് ഡെവലപ്പ് ചെയ്യുന്നത് പീറ്റർ എഫ് ഡ്രക്കറാണ്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെൻറ്റ്, നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഹി വാസ് അഗെയിൻസ്റ്റ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് ആൻഡ് ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു ക്രിയേറ്റീവ് മാനേജ്മെൻറ്റ്. ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റിന് അഗെയിൻസ്റ്റ് ആയിരുന്നു അദ്ദേഹം. നമ്മൾ ബ്യൂറോക്രാറ്റിക് അപ്രോച്ചിൽ പഠിച്ചിട്ടുണ്ട്. എന്താ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറാർക്കിയൊക്കെയുള്ള വളരെ വെൽ ഡിഫൈൻഡ് ഹൈറാർക്കിയൽ സ്ട്രക്ചേഴ്സ് ഉള്ള ഒരു മാനേജ്മെൻറ്റിനാണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയാം. അതിന് അഗെയിൻസ്റ്റ് ആയിരുന്നു പീറ്റർ എഫ് ഡ്രക്കർ. ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു ക്രിയേറ്റീവ് മാനേജ്മെൻറ്റ്. മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ആയിരിക്കണം, അവർ ഇന്നോവേറ്റേഴ്സ് ആയിരിക്കണം, അവർ പുതിയ ഐഡിയാസ് പ്രൊമോട്ട് ചെയ്യുന്നവരായിരിക്കണം. അതേപോലെ തന്നെ എംപ്ലോയീസിനെയും ക്രിയേറ്റീവ് ആവാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം മാനേജേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഹി വാസ് സംബഡി ഹു അഡ്വക്കേറ്റഡ് ക്രിയേറ്റീവ് മാനേജ്മെൻറ്റ്. ഓക്കെ, then he saw management as a discipline and as a profession. അദ്ദേഹം മാനേജ്മെൻറ്റിനെ ഒരു ഡിസിപ്ലിനായിട്ടും ഒരു സബ്ജക്റ്റ് ആയിട്ടും ഒരു അക്കാഡമിക് ഡിസിപ്ലിനായിട്ടും അതേപോലെ ഒരു പ്രൊഫഷനായിട്ടും അദ്ദേഹം കണ്ടിരുന്നു. As a discipline, it had tools and theories, but it also needed practice, which makes it a liberal profession. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു ഡിസിപ്ലിൻ ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് മാനേജ്മെൻറ്റ് ഒരുപാട് ടൂൾസും ഒരുപാട് തിയറീസും ഒരുപാട് ഒരു അക്കാഡമിക് ബേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത് മാത്രം പോരാ. ഇറ്റ് ഓൾസോ നീഡഡ് പ്രാക്ടീസ്. ഒരു നല്ല മാനേജർ ആവണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? ഇത് തിയറീസ് പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ അതൊരു പ്രൊഫഷനുമാവും, ഒരു ലിബറൽ പ്രൊഫഷനുമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദസ് അക്കോർഡിംഗ് ടു ഹിം മാനേജേഴ്സ് ആർ നോട്ട് ജസ്റ്റ് ടെക്നോക്രാറ്റ്സ് ബട്ട് ഓൾസോ പ്രാക്ടീഷണേഴ്സ്. അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹം ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ്, ഓർഗനൈസിങ് ആൻഡ് മോട്ടിവേറ്റിംഗ്. ഇത് മൂന്നുമാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഹി സെഡ് ദാറ്റ് an organization must contain least management levels. വളരെ കുറച്ച് മാനേജ്മെൻറ്റ് ലെവൽസ് ഉണ്ടാവാൻ പാടുള്ളൂ കമ്പനിയിൽ. ഒരുപാട് മാനേജ്മെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ഹി ഓൾസോ സെഡ് ദാറ്റ് ഇറ്റ് മസ്റ്റ് പ്രൊവൈഡ് ആംബിൾ സ്കോപ്പ് ഫോർ ട്രെയിനിങ് ഫോർ മാനിങ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അതായത് ഈ മാനേജ്മെൻറ്റ് ലെവലിൽ ആംബിൾ ട്രെയിനിങ് വേണം. അതായത് ഒരു എംപ്ലോയീസിന് പേഴ്സണൽ ഗ്രോത്തിനും പ്രൊമോഷനും ഒക്കെയുള്ള ആംബിൾ സ്കോപ്പ് നമ്മുടെ ഉള്ളിലെ മാനേജ്മെൻറ്റ് ലെവൽസിന് വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്.
ഓക്കെ. പിന്നെ he also gave three aspects for organizing: activity analysis, decision analysis and relation analysis. ഈ 3 ആസ്പെക്ട്സ് ആണ് അദ്ദേഹം ഓർഗനൈസിങ്ങിന് ഐഡൻറ്റിഫൈ ചെയ്ത 3 ആസ്പെക്ട്സ്. പിന്നെ ഡ്രഗർ ഓൾസോ അഡ്വക്കേറ്റഡ് ഫെഡറൽ ഡീസെൻട്രലൈസേഷൻ. ഫെഡറൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡീസെൻട്രലൈസേഷൻ അല്ല, എല്ലാ കാര്യങ്ങളെയും ഡീസെൻട്രലൈസ് ചെയ്യല്ല. ഓക്കെ, കുറച്ച് പവർ മുകളിൽ നമ്മൾ കീപ്പ് ചെയ്തിട്ട്, കുറച്ചൊക്കെ ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് നമ്മൾ മുകളിൽ കീപ്പ് ചെയ്തിട്ട് ബാക്കി കുറേ കാര്യങ്ങളെ ഡീസെൻട്രലൈസ് ചെയ്ത് താഴേക്ക് കൊടുക്കുക. അതിനെയാണ് ഫെഡറൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാം. ആ ഫെഡറൽ ഡീസെൻട്രലൈസേഷനെ അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു പീറ്റർ എഫ് ഡ്രഗർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സം ഓഫ് ദി എന്താ പറയുക അഡ്വക്കേറ്റ്സ് ഓഫ് മോഡേൺ അപ്രോച്ചസ് ടു മാനേജ്മെൻറ്റ്. താങ്ക് യു.